പ്രകൃതിയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഹിമാലയൻ നദീതടങ്ങളിൽ നടത്തുന്ന അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കും വൈദ്യുതി കച്ചവട മോഹങ്ങൾക്കും കനത്ത തിരിച്ചടിയായി ഭോട്ടെക്കോസിയിലെ മിന്നൽ പ്രളയം. പ്രാദേശികമായി ശക്തമായ മഴ പെയ്യാതിരുന്നിട്ടും ഭോട്ടെക്കോസിയിൽ എങ്ങനെ പ്രളയമുണ്ടായി എന്നത് ശാസ്ത്രലോകത്തെയും ഭരണാധികാരികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമലകൾ ഇടിഞ്ഞു വീണതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. ആഗോളതാപനം മൂലം ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുമലകൾ അതിവേഗം ഉരുകുന്നത് ഭീഷണിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. 1977-നും 2010-നും ഇടയിൽ നേപ്പാളിന് തങ്ങളുടെ ഹിമാനികളുടെ 24% നഷ്ടപ്പെട്ടതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മഞ്ഞുരുകി രൂപപ്പെടുന്ന തടാകങ്ങൾ കവിഞ്ഞൊഴുകുന്നതോടെയാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബസ്റ്റ് ഫ്ലഡ് ഉണ്ടാകുന്നത്. 1980-ന് ശേഷം അതിർത്തി മേഖലകളിൽ ഇത്തരം ദുരന്തങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതായി നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ പാരിസ്ഥിതിക ആഘാതങ്ങളെ പൂർണ്ണമായി അവഗണിച്ച് ജലവൈദ്യുതി വിറ്റ് കോടികൾ കൊയ്യാനുള്ള സർക്കാരുകളുടെ നീക്കമാണ് ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കിയത്. കോസി നദീതടത്തിലുണ്ടായ പ്രളയം നേപ്പാളിന്റെ ഊർജ്ജ മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും പൂർണ്ണമായും തകർത്തെറിഞ്ഞു. പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന നിരവധി ജലവൈദ്യുത പദ്ധതികൾ തകരുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്തതോടെ 430 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനമാണ് ഒറ്റയടിക്ക് നിലച്ചത്. നേപ്പാളിന്റെ ആകെ ജലവൈദ്യുതി ഉൽപാദന ശേഷിയുടെ 12%-ലധികമാണിത്. നദിയിലൂടെ ഒഴുകിയെത്തിയ കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും ചെളിയും പവർ ഹൗസുകളിലേക്കും ടർബൈനുകളിലേക്കും അടിച്ചുകയറിയാണ് കോടികളുടെ നിർമ്മിതികൾ തകർത്തത്. നിർമ്മാണത്തിലിരുന്ന പല പദ്ധതികളുടെയും യന്ത്ര സാമഗ്രികൾ പ്രളയജലത്തിൽ ഒലിച്ചുപോയി. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ മണിക്കൂറുകളോളം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും വലിയ തോതിൽ വൈദ്യുതി കയറ്റുമതി ചെയ്യാനിരുന്ന ഘട്ടത്തിലാണ് ഈ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ആർത്തിപൂണ്ട വികസന മോഹങ്ങൾ ഒരു വശത്ത് തകർന്നടിയുമ്പോൾ മറുവശത്ത് സാധാരണക്കാരുടെയും തീർത്ഥാടകരുടെയും പ്രതീക്ഷകളാണ് ഒലിച്ചുപോയത്. പ്രളയത്തിൽപ്പെട്ട ഉറ്റവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാതെ കാഠ്മണ്ഡുവിലും കേരളത്തിലുമടക്കം നൂറുകണക്കിന് കുടുംബങ്ങൾ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. മാനസരോവർ തീർത്ഥാടനത്തിനായി പുറപ്പെട്ട മലയാളി സംഘങ്ങളെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. രാവിലെ 8:30-യോടെയാണ് അവസാനമായി സംസാരിച്ചത്. അതിനുശേഷം ഫോൺ കിട്ടുന്നില്ല. അതിർത്തിയിൽ പ്രളയമാണെന്ന വാർത്ത മാത്രമാണ് കേൾക്കുന്നത്. കാണാതായ മലയാളിയുടെ ബന്ധു വിതുമ്പലോടെ പറഞ്ഞു. ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഉയർന്ന മലനിരകളിലേക്ക് ഓടിക്കയറിയവർ ഭക്ഷണവും കുടിവെള്ളവുമില്ലാതെ ദുരിതത്തിലാണ്. തകർന്നടിഞ്ഞ റോഡുകളും പാലങ്ങളും കാരണം ദുരന്തഭൂമിയിലേക്ക് ആശ്വാസവുമായെത്താൻ രക്ഷാപ്രവർത്തകർക്കും സാധിക്കുന്നില്ല.